ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ടോപ്പിക് ആണ്. നിങ്ങളുടെ ജാനുവരി 2026 എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സാധാരണ ഞാൻ ജാനുവരി മാസത്തിന്റെ അതിന് എടുക്കാറില്ല. കാരണം നമ്മൾ 2026 എങ്ങനെയാകും എന്നുള്ളൊരു ജനറൽ ഇടുന്നുണ്ടല്ലോ, അത് കുറച്ച് ലെങ്തി ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വീണ്ടും ഞാൻ മന്ത് ബൈ മന്ത് ഫോക്കസ് ചെയ്യുമ്പോൾ അത് ഫെബ്രുവരി തൊട്ടേ തുടങ്ങാറുള്ളൂ, ജാനുവരിയിൽ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ജാനുവരിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്കൊന്ന് രണ്ട് പേര് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാനുവരി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം വിചാരിച്ചു മന്ത്ലി ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2026 ചെയ്ത ഏകദേശം അതേ രൂപത്തിലായിരിക്കും. അത്രയും ലെങ്തി ആകാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും മാക്സിമം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ പിക്കച്ചാം റീഡിങ്സും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചാമുകൾ എൻ്റെ ചേച്ചിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2026 റീഡിങ്ങിന്റെ ഇംഗ്ലീഷ് റീഡിങ്ങിൽ ഇതുപോലെ ചാം ക്രിയേറ്റ് ചെയ്തത് ചേച്ചിയായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസും ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ചെടികൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ ചേച്ചി. വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ചാംസ് ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അത് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാംസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, ഞാനത് ചേച്ചിയെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുന്നു. എന്നത്തെയും പോലെ ഇൻറ്റ്യൂട്ടീവ്ലി തന്നെ നിങ്ങളുടെ ചാംസ് ചൂസ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ ചാംസിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതണം. കാരണം ഇത് എൻ്റെ സഹോദരിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തൊക്കെയാണെന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാധാരണ മന്ത്ലി ഗൈഡൻസ് നോക്കുന്ന പോലെ നിങ്ങളുടെ ജനറൽ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് നോക്കുകയാണ്. പിന്നെ അവിടുന്ന് കരിയർ, പിന്നെ ഫൈനാൻസ്, ലവ് ലൈഫ്, ഫാമിലി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, പിന്നെ കാപ്സ്യൂൾ ക്ലൂസും പിന്നെ ചാനലിൻ്റെ മെസ്സേജസും ഒറക്കൽ മെസ്സേജസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടേഴ്സിന്റെ ജീവിതം പൊതുവെ ജനുവരി 2026 എങ്ങനെയാകും? ഓക്കെ, നമുക്ക് 9 of Wands ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ 9 of Wands. Knight of Wands. Clarify the Knight of Wands. Princess of Coins. Advice. Okay. അണ്ടർലൈങ് എനർജി 10 of Cups ആണ് കാണുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ലൈഫിൽ ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ജാനുവരി മാസത്തിൽ കടന്നു വരാനൊരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിന് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആണ് ജനുവരി മാസം തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ ഓക്കെ, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നുള്ള ഒരു മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഒരു സൊല്യൂഷൻ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പെർമനന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണം. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കണം. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണോ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം ഈ ഒരു മാർഗം അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ അത് ധൈര്യസമേതം ആ സൊല്യൂഷൻ എങ്ങനെയാണോ ആ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഗൈഡൻസ്, അത് നിങ്ങൾ നിർഭയം അത് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എൻഡിങ് ഈ ഒരു പ്രശ്നങ്ങൾക്ക്, ഈ ചാലഞ്ചസിന് ഈ ജനുവരി മാസത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 7 of Swords ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അഡ്വൈസ്. അതായത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ
ട്രിക്ക് ചെയ്യാൻ, ഓക്കെ, പറ്റിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ വരുമ്പോൾ പോലും അതില് അയ്യോ ഇത് ശരിയാവില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്തതാണ്, ഇത് പ്രശ്നമാണ്, എനിക്ക് പറ്റില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതല്ല, എനിക്കത് കുറച്ച് മടിയാണ്. അതായത് നേരായ വഴി കൂടെ തന്നെയായിരിക്കും ഈ സൊല്യൂഷൻ, ഓക്കെ. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഓക്കെ ഇങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഈ ചാലഞ്ചസിൽ നിന്ന് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണെങ്കിലും നിങ്ങൾ അത് അതേ വഴി തന്നെ പോകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ട്രൂ സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കുന്ന നിങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ചില കഴിവുകളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സിറ്റുവേഷനിലൂടെ. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഈ ഒരു കാര്യത്തിലൂടെ നടത്തി എടുക്കുന്നത്. അപ്പോ അങ്ങനെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്തു കടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ തന്നെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ എന്താ പറയാ ആ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തരത്തിലുള്ള ചിന്തകൾ, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. അവ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകരുത്. അത് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോണിൽ പുറത്ത് കടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ആ ചിന്തകൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. ഓക്കെ, നേരായ വഴി കൂടെയാണ് തന്നെ ഉറപ്പുവരുത്തുക, അത് ലെജിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതിലൂടെ നിങ്ങൾ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ മറ്റാരെയും ദ്രോഹിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മുന്നോട്ട് പോവുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. യെസ്, നിങ്ങൾക്ക് അതുപോലെ തന്നെ കുറെ തെറ്റിദ്ധാരണകൾ, അതായത് ഈ സിറ്റുവേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലുള്ള ചില തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് കാണുന്നു. അതും മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരികയാണ്. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞിരുന്നത്, ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത വരുന്ന ഒരു സിറ്റുവേഷനും കൂടെ കാണുന്നുണ്ട്. അതായത് ആ ഒരു വളരെ ഒബ്സർവിംഗ് ആയിരിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ, യൂണിവേഴ്സ് കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ പക്ഷെ വളരെ ഒബ്സർവിംഗ് ആയിട്ട് ഇരിക്കും, മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഗൈഡൻസ് ഒക്കെ തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കാം. അപ്പൊ ഒരു ഹാപ്പി ഒരു ഫുൾഫിൽമെന്റിലേക്ക് ഉള്ള നിങ്ങളുടെ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഈ ജനുവരി മാസത്തിൽ നടക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നു. ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് 2026 ജനുവരി മാസം എങ്ങനെയാകും എന്ന് നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1ന്റെ 2026 ജനുവരി മാസം എങ്ങനെയാകും? ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ ദ കിങ് ഓഫ് വാൻഡ്സ്. Five of wheels, clarify the five of wheels. Clarify the five of wheels. Two of wands, clarify, advice. ഓക്കെ, മനസ്സിനെ ക്ലിയർ ആക്കി വെക്കാനാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ നിങ്ങൾ എത്രത്തോളം റിലാക്സ്ഡ് ആയിരിക്കുന്നു, നിങ്ങളുടെ മെന്റൽ സ്പേസ് എത്രത്തോളം പീസ്ഫുൾ ആണോ അത്രയും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നതാണ് എന്നും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കരിയർ ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ട, നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്ന ഒരു എനർജി നമുക്ക് കാണുന്നു. ഓക്കെ, അത് പിന്നെ വളരെയധികം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു അതിന്റെ ഒരു എന്താ പറയണ്ട, ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 മടങ്ങ് ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ അത്ര ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നില്ല, അല്ലെങ്കിൽ എന്തൊരു ചാലഞ്ചിങ് ഇപ്പൊ ജനുവരി മാസത്തിൽ വന്നാലും അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അങ്ങനെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ ഒരു സ്റ്റക്ക് എനർജി ഉണ്ട്, സ്റ്റാഗ്നന്റ് എനർജി ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു എനർജി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിരിക്കും ഇതിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അവിടെ ഒരു പതറിപ്പോകുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആകെ ഒരു സ്ട്രെസ്ഡ് ആകുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ജനുവരി മാസത്തിലാണ് നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസമൊക്കെ വീണ്ടും കിട്ടുന്നത്.
ഈ പ്രശ്നം എനിക്ക് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു സ്റ്റാഗ്നൻസി എന്റെ കരിയറിലുള്ളത് അത് ഞാൻ മാറ്റിയെടുക്കുന്നതാണ്. എനിക്ക് ഉറപ്പായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന പുരോഗതി, വളർച്ച എന്റെ കരിയറിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മാസമായിട്ടാണ് എനിക്ക് ജനുവരി മാസം കാണാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് ഓവർകം ചെയ്യാനുള്ള ഒരു എന്താ പറയാ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ പകച്ചു പോകുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ, മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് എന്താ പറയാ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഇമോഷണലി റിയാക്ട് ചെയ്യാൻ ഒരു സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇമോഷണലി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരിക, ഏത് സ്റ്റെപ്പ് എടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്ത ഒരു സ്റ്റക്ക് എനർജി, വീണ്ടും ആ സ്റ്റക്ക് എനർജിയിൽ തന്നെ നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക, ഇമോഷണൽ സൈഡിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ആ ഒരു കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുക. പെട്ടെന്ന് തന്നെ ഈ ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങൾക്ക് സാധിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ റിലാക്സ് ചെയ്തിരിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. അല്ലാത്തവർ അത് ചെയ്യാൻ ശ്രമിക്കുക. എന്താണോ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ മനസ്സിന് ആ ഒരു കാം എനർജി വരുന്നത്, ഓക്കെ, ആ ശാന്തത കൈവരിക്കാൻ സാധിക്കുന്നത്, ആ പ്രവൃത്തികൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരം ഈ ജനുവരി മാസത്തിൽ ചെയ്യാനായിട്ട് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഹയർ സെൽഫ്, നിങ്ങളുടെ ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ചാനൽഡ് മെസ്സേജസ്, ഒറക്കൽ മെസ്സേജസ് ഒക്കെ നമുക്ക് ഫൈനൽ ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഓരോ സെക്ഷൻ പറഞ്ഞു പോകുമ്പോൾ തന്നെ എടുക്കാമെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നമുക്ക് ലാസ്റ്റ് ഫൈനലിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നിങ്ങളുടെ അപ്പൊ നമ്മൾ അടുത്ത ആസ്പെക്റ്റിലേക്ക് പോവാണ്, സാമ്പത്തികം. ഓക്കെ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം ഗ്രൂപ്പ് 1 എങ്ങനെയായിരിക്കും? Okay, clarify the star, clarify the magician, advice. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഗുഡ് ന്യൂസസ് ഒക്കെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങൾ തരണം ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് ജനുവരി മാസം എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ചയാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നത്, ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്ത നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ആഗ്രഹം എന്താണോ അത് നടക്കുന്ന ഒരു മാസമായിട്ടാണ് അത് ഈ ജനുവരി മാസത്തിൽ കാണുന്നത്. ഓക്കെ, വളരെയധികം സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനർജറ്റിക്കലി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ജനുവരി മാസം. അപ്പൊ അങ്ങനെ സാമ്പത്തിക ഉയർച്ച, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഉയർച്ച, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സാമ്പത്തിക ഉയർച്ചയോട് കൂടെ മാറ്റങ്ങൾ സംഭവിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ജീവിത രീതിയിൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരിക, അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പണമായിരുന്നു ഏറ്റവും വലിയ തടസ്സമെങ്കിൽ അതിന് വേണ്ടുന്ന പണം നിങ്ങൾക്ക് ലഭിക്കുന്നു, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു അവസരങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, അനുകൂല സ്ഥിതിയായിട്ടാണ് കാണുന്നത്. 6 of swords നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ ഒക്കെ പോയി പണത്തിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ലാത്ത വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്, സേവിങ്സിനെ കുറിച്ച്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അവൈലബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ വക കാര്യങ്ങൾ, സമ്പത്തുമായി ബന്ധപ്പെട്ട് പരമാവധി അറിവുകൾ നേടാൻ പറയുന്നു. പലതരത്തിലുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് അറിയാൻ പറയുന്നു. അതനുസരിച്ച് അതിൽ അറിവുകൾ നേടിയതിനു ശേഷം ഈ നിക്ഷേപങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക. കൂടുതൽ പണം നിക്ഷേപിക്കുന്നതിനും സേവ് ചെയ്യുന്നതിനും ശ്രമിക്കാൻ പറയുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു എന്താ പറയാ പ്രോഗ്രസ്. ഓക്കെ, ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റിലൊന്നും ഫോക്കസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ
ഈ ഒരു മാസം തൊട്ട് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൂട്ടുന്നതിനും ആ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഉയരുന്നതിനും സഹായിക്കുന്നതാണ്. ഈ ഒരു മാസത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടല്ലോ, അതിനെ അതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനും അതിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിനും ഈ പറയുന്ന പോലെ നിക്ഷേപങ്ങളെ കുറിച്ച് അറിഞ്ഞ് നല്ല നല്ല നിക്ഷേപങ്ങൾ ചെയ്യുന്നതിലൂടെയും സേവ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടുക. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. കുറെ പൈസ വരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ദൂർത്തടിച്ച് കളയാൻ പാടില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് ശ്രദ്ധിക്കാൻ പറയുന്നു. ആ ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിൽ ഇരുന്നു കൊണ്ട് വളരെ പക്വതയോടെ സമ്പത്തിനെ, കയ്യിലേക്ക് വരുന്ന പണത്തിനെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നിങ്ങളുടെ പ്രണയ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണോ അങ്ങനെ. ഓക്കെ, അപ്പോൾ പ്രണയ ജീവിതം എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സിംഗിൾ ആയിരിക്കാം ഓൾറെഡി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻഷിപ്പിലായിരിക്കാം. എന്തുതന്നെയാണെങ്കിലും നിങ്ങളുടെ ലവ് ലൈഫ്. ഓക്കെ, നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ 2026 ജാനുവരി മാസം എങ്ങനെയായിരിക്കും? Clarify the 5 of Wands. Clarify the 8 of Wands. Advice. Okay. നിങ്ങൾക്ക് കേട്ടിട്ട് ബോറടിച്ചിട്ടുള്ള അഡ്വൈസ് തന്നെയാണ് എപ്പോഴും വരുന്നത് കേട്ടോ, പക്ഷെ അത് ചെയ്തേ പറ്റൂ. ഫുൾ കാർഡാണ് അണ്ടർലൈൻ എനർജി. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, സറണ്ടർ. ഓക്കെ, ബി യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന സന്ദേശങ്ങൾ, എപ്പോഴും കേൾക്കുന്ന ഉപദേശങ്ങൾ, പക്ഷെ അത് തന്നെയുള്ളൂ അവിടുത്തെ ചോയ്സ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങൾക്ക് ഈ ഒരു റിയാലിറ്റിയിൽ നിങ്ങൾ അനുഭവിക്കണം എന്ന് നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതും. യൂണിവേഴ്സിൽ വിശ്വസിക്കണം, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണയ ജീവിതത്തിൽ കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നു, അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തുന്നതിന് ഒരു സാധ്യത കാണുന്നു. അത് ചിലപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലാവും സംഭവിക്കാം. ഓക്കെ, കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഫേവറബിൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണറെ നിങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള എല്ലാ ഒരു സാധ്യതയുണ്ട്. എല്ലാം അനുകൂലമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അറിയാതെ ഒരു ടെൻഷൻ വരിക. ഓക്കെ, ഇത് വർക്കൗട്ട് ആയില്ലെങ്കിലോ, എനിക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായാലോ, അപ്പൊ പിന്നെ ഇപ്പോൾ ഉള്ള മനസ്സമാധാനം ഞാൻ കളയേണ്ടതുണ്ടോ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വെറുതെ കാലെടുത്ത് വെച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ കൊണ്ടുവരണോ, ഞാൻ ഇതിന് ശരിക്കും തയ്യാറല്ലെങ്കിലോ, അങ്ങനെ അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് വരിക. ഓക്കെ, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരിക. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ നേരിടാനായിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ഓക്കെ, എങ്ങനെ ഒരു കോമൺ പോയിന്റിൽ എത്താം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ എയിം, ലക്ഷ്യം. എന്റെ പോയിന്റ് മറ്റാളും അംഗീകരിക്കണം എന്ന് ഉള്ള വാശി അല്ലെങ്കിൽ ഈഗോ കൈവിടുക, അതല്ല വേണ്ടത്. പകരം രണ്ടുപേർക്കും എത്താവുന്ന ഒരു കോമൺ പോയിന്റ് ഏതാണെന്ന് കണ്ടെത്തുക. ഒരു എന്താ പറയുക മെച്ചോർ ആയിട്ടുള്ള രണ്ട് വ്യക്തികളെ പോലെ ഇരുന്ന് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. അങ്ങനെ ആക്ഷൻ എടുക്കാൻ, അങ്ങനെ എന്താ പറയാ ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടി ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പൂർണ്ണമായിട്ട് നിങ്ങളുടെ സമയം ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അതിന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ ആ ഒരു പ്രണയം കൊണ്ടുവരുന്നതിനും പരസ്പരം കൂടുതൽ ആ ഒരു എന്താ പറയാ ബോണ്ടിങ് കൊണ്ടുവരുന്നതിനൊക്കെ അത് സഹായകമാകുന്നതായിട്ട് കാണുന്നു. ഇനി സിംഗിൾ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്നതിന്, അതിനെ ഹീൽ ചെയ്യുന്നതിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണറുമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഈ ജനുവരി മാസത്തിലുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾക്ക് കേട്ട് മടുത്തിട്ടുള്ള ഒരു അഡ്വൈസ് ആണ് സെൽഫ് ലവ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹവും കരുതലൊക്കെ നൽകുക. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ്, നിങ്ങൾ അർഹിക്കുന്നത് എന്താണ് എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു പ്രണയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എന്നെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതിന് ഇൻഫീരിയർ ആയിട്ട് ഒരാൾ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെ എളുപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അവർ നല്ലതാണെങ്കിലും
നിങ്ങൾ അർഹിക്കുന്ന പോലെ അവർ നിങ്ങളെ സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അർഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് അല്ല അത്. ഓക്കെ, അത് ഭാവിയിൽ നിങ്ങൾ ഒരുപാട് അതൃപ്തി അനുഭവിക്കുന്ന ഒരു കണക്ഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. അങ്ങനത്തെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. മാത്രമല്ല നിങ്ങൾക്ക് അർഹിക്കുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, നിങ്ങളെ എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണോ നിങ്ങളെ പരിഗണിക്കേണ്ടത്, അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ഒരാൾ ചെയ്യുമ്പോൾ ഓക്കെ, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ്, ഈ വ്യക്തി ഞാൻ വെച്ചിട്ടുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഈ വ്യക്തിയാണ് എൻ്റെ പൊട്ടൻഷ്യൽ പാർട്ട്ണർ എന്ന് തിരിച്ചറിഞ്ഞ് ആ റിലേഷൻഷിപ്പിലേക്ക് വളരെ എന്താ പറയുക കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാനും പറ്റും. അപ്പൊ എല്ലാത്തിനും ഒരു ഇത്രയേ ഉള്ളൂ, സെൽഫ് ലവ്. അത് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലത്തെ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അതിന്റെ ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി പോകുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ സിംഗിൾ ആയിരിക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴും ഹാപ്പി ആകുമ്പോഴാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ആകുമ്പോഴും അതേ ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ അത് എത്ര നിങ്ങളെ സ്നേഹിച്ചാലും നിങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അർഹിക്കുന്ന ആ സ്നേഹം നിങ്ങൾക്ക് കൊടുക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഓക്കെ, ഇത് വളരെ കണക്റ്റഡ് ആണ്. സെൽഫ് ലവിലൂടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാത്ത കണക്ഷൻസ് ചിലപ്പോൾ തുടക്കത്തിലൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും, പക്ഷെ കാലാകാലങ്ങളിലേക്ക് ആ ഒരു സ്നേഹം ഒന്നും നിൽക്കില്ല. ഓക്കെ, ചിലതൊക്കെ തുടക്കത്തിലെ റെഡ് ഫ്ലാഗ് കാണിക്കും, പക്ഷെ ഈ പറഞ്ഞ പോലെ സെൽഫ് ലവ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളെ ഇൻഫീരിയർ ആയി ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കണം. ഇതനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി കുടുംബ ബന്ധങ്ങളിൽ ഈ 2026 ജാനുവരി മാസം എങ്ങനെയാകുമെന്ന് നോക്കാം. അപ്പൊ കുടുംബ ബന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഗ്രൂപ്പ് 1ന്റെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഈ 2026 ജാനുവരി മാസം എങ്ങനെയാകും? Okay, clarify the Queen of Swords, Wheel of Fortune, okay. Clarify the Wheel of Fortune, Seven of Pentacles, Advice. ഈ ഒരു കുടുംബ ബന്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ Eight of Cups, okay, നിങ്ങൾ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാണ് ഈ ജനുവരി മാസത്തിൽ. അതായത് മുൻപ് ചിലപ്പോൾ നിങ്ങളെ വളരെ ഇൻഫീരിയർ ആയി ട്രീറ്റ് ചെയ്താലും നിങ്ങളെ അതൊന്നും പരിഗണിക്കാതെ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ആ സാരല്ലേ പോട്ടെ, അതിപ്പോൾ അവരങ്ങനെ ചെയ്തു വെച്ചിട്ട് നമ്മൾ തിരിച്ചങ്ങനെ വേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. പക്ഷെ ഈ ജനുവരി മാസത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ന്യൂ ഇയർ തുടങ്ങിയപ്പോൾ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരിക്കും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതേ രീതിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിലോ തിരിച്ചെടുക്കാത്ത ഒരു തരത്തിലുള്ള ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നു, നിങ്ങൾ വളരെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയുന്നു, നിങ്ങൾ ഒരാൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും, നിങ്ങൾ അത് അനുവദിച്ച് കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയാ, വളരെ നാടനായിട്ട് പറഞ്ഞാൽ ഈ കൈക്കോട്ടിന്റെ സ്വഭാവമുള്ള ആളുകൾ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, നമ്മുടെ ബന്ധുക്കളിലൊക്കെ അങ്ങനത്തെ ആൾക്കാരെ കാണാൻ സാധിക്കും. അതായത് നമ്മളിങ്ങനെ അങ്ങോട്ടെല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കണം, കൃത്യമായി ചെയ്യണം, കൃത്യമായി എല്ലാം വേണം, തിരിച്ചൊന്നും ഉണ്ടാവില്ല. അവർ ചെയ്യേണ്ട സമയം വരുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ പറയുന്നു, അവരൊഴിയുന്നു, അങ്ങനെ. ഓക്കെ, അങ്ങനത്തെ ആളുകൾ അത് മിക്ക വീടുകളിലും ഉണ്ടാവും. അങ്ങനത്തെ ഒന്നോ രണ്ടോ. ഞാൻ അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഭാഗ്യമുള്ളവരാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങൾ ഓക്കെ, നിങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്ത് എന്നാൽ നിങ്ങൾക്ക് തിരിച്ച് ഒരു തരത്തിലും പരിഗണന തരാത്ത ശരിക്കും സ്നേഹമില്ല, സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷെ അവരുമായിട്ട് നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറി വെക്കുന്നു. അവർ തോന്നുന്ന പോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് അവിടെ നോ പറയാണ്, ഇത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത് ഞാൻ ഇനി പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ നിങ്ങൾ ആ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ പല റിലേഷൻഷിപ്പിൽ ഇതിന്റെ നിങ്ങൾ ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാത്തത് കൊണ്ട് പല റിലേഷൻഷിപ്പിലും സൗഹൃദങ്ങളിലായിക്കോട്ടെ, ചിലപ്പോൾ പ്രണയബന്ധത്തിലായിരിക്കാം, ഇതേ സെയിം പാറ്റേൺ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്യുക, നിങ്ങൾ കുറെ എഫർട്ട് എടുക്കുന്നു, തിരിച്ചൊന്നുമില്ല, ഈ ഒരു അവസ്ഥ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ വളരെ ഒരു എന്താ പറയാ സ്നേഹം തന്നെയായിരിക്കാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളോടുള്ള ജലസി കൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കുക. ഓക്കെ,
വേദനിപ്പിക്കുക. എന്നിട്ടും പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി അവൈലബിൾ ആകുക. ആ ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ എൻഡ് ചെയ്യാണ്. നിങ്ങൾ തന്നെയാണ് അവിടെ എന്താ പറയാ, ഇത് മതി, ഇനി ഇങ്ങനെ പറ്റില്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ അത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ പറയണ്ടേ, ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ് നിങ്ങളുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടാണ് ആക്ച്വലി ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ആ കണക്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് വേണ്ടി ഇനി ഒരിക്കലും അവൈലബിൾ ആയിരിക്കില്ല എന്ന് ഒരു ഉറപ്പോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ നിങ്ങൾ വളരെ ക്ഷമയോടെയാണ് ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് കാണുന്നു. അതോടൊപ്പം ഈ ഹെൽത്തി, നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതുപോലെ തിരിച്ചെടുക്കുന്ന നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുള്ള വ്യക്തികൾ, അവരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ നിങ്ങൾ തിരിക്കുന്നു. അവരുമായിട്ടുള്ള കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് നിങ്ങൾ എന്താ പറയാ എഫേർട്ട് എടുത്ത് തുടങ്ങുന്ന ഒരു മാസം കൂടിയാണ് ആ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു കുടുംബ ബന്ധങ്ങളുടെ കാര്യം വന്നാല് ഈ നിങ്ങൾക്ക് നല്ലത് ആയിട്ടുള്ള ആളുകൾ ആരാണ്, അല്ലാത്തത് ആരാണ് എന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് വേണ്ട വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് അകറ്റേണ്ടവരെ അകറ്റി അടുപ്പിക്കേണ്ടവരെ അടുപ്പിച്ച് നിർത്തുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ നിങ്ങളൊരു പാറ്റേൺ നിങ്ങളവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു എനർജറ്റിക്കൽ പാറ്റേൺ അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മാറുന്നു. നിങ്ങൾക്ക് അതിനനുസരിച്ച് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ എടുക്കുന്നത് കടുത്ത തീരുമാനമാണോ, സംഭവം ശരിയാണ്, അവരെന്നെ ഇങ്ങനെ വേദനിപ്പിച്ചു, അവരെന്നെ പിന്നിൽ നിന്ന് കുത്തി, എന്നെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു, എന്നാലും അവരെന്റെ ബന്ധുക്കളാണല്ലോ, ഞാൻ എങ്ങനെ അവരെ ഒഴിവാക്കും, ഇവരൊക്കെ തന്നെയല്ലേ എനിക്ക് ഉണ്ടാവുള്ളൂ. ഇവരുണ്ടാവില്ല ഒരിക്കലും. ഓക്കെ, ഈ പറയുന്ന പോലെ നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരാള് നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് മണ്ടത്തരം. അവരുണ്ടാവില്ല, ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. അതാണ് അവർ ഓൾറെഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് അവൈലബിൾ ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ അനാവശ്യ ചിന്തകൾ വേണ്ട. ചിലപ്പോൾ ചുറ്റുമുള്ളവരെ നിങ്ങൾ ഇങ്ങനത്തെ ബൗണ്ടറി ഇടുമ്പോൾ അയ്യോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ ബന്ധുക്കളാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ആ ചിന്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാഗത്ത് മാത്രം എന്തിനാണ്? ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പിടിയോലേക്ക് ഉണ്ടാവാം. അത് അതിലെ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകരുത് കേട്ടോ. അതിലേക്ക് നിങ്ങൾ അയ്യൊന്നാൽ പിന്നെ അവർക്ക് വീണ്ടും അവസരം കൊടുക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ നല്ലതിനാണ് ഇതൊക്കെ സംഭവിക്കണമെന്ന് മനസ്സിലാക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ബന്ധങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഓക്കെ, ഇനി സൗഹൃദങ്ങൾ. 2026 ജനുവരി മാസത്തിലെ ഗ്രൂപ്പ് 1ന്റെ സൗഹൃദങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കാവുന്നത്? ഓക്കെ, നമുക്ക് ഡബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ചില ബന്ധങ്ങൾ അവസാനിക്കുന്നുണ്ട് സൗഹൃദത്തില്. പെട്ടെന്നുള്ള അവസാനമാണ്, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തതാണ്, പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളത് വൈകാതെ തന്നെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതായത് അത് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, ഇത് എന്തേ പെട്ടെന്ന് ഇങ്ങനെ അവസാനിച്ചത്, സംഭവം അത് ടോക്സിക് ആയിരുന്നു, അൺഹെൽത്തി ആണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ അത് അവസാനിച്ച് പോവാണ്. ഓക്കെ, ഡിവൈൻ ഇന്റർവെൻഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാവുന്നതായിരിക്കാം, അതിലൂടെ അത് നിങ്ങൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പക്ഷെ അത് അവസാനിച്ച് പോവാണ് ആ കോൺട്രവേഴ്സിയുടെ ഭാഗമായിട്ട്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആ ഒരു അങ്ങനത്തെ ചിലപ്പോൾ സുഹൃത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് വഴി നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഒരു പോസിറ്റിവിറ്റി വരുന്നതായിട്ടും നിങ്ങൾ കൂടുതൽ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഒരു സാധ്യത കാണുന്നു. നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയാ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്. ഈ പറയുന്ന പോലെ ലൈഫ് നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എണ്ണമൊക്കെ കുറയാം, പക്ഷെ ആ മുൻപ് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ അനുഭവിക്കാത്ത ഒരു ആനന്ദവും ഒരു സംതൃപ്തിയും ഉണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ അനുഭവിക്കുക. അത് പക്ഷെ ജെന്യുവൻ ആണ്. അവിടെ പിന്നെ എന്താ പറയാ ഒരു തരത്തിലുള്ള ഒരു പിടിവലി അങ്ങനെ ഒന്നുമില്ല. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ കണക്ഷൻ, ആ ഒരു ലെവലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. എഗെയിൻ നിങ്ങളുടെ നല്ലതിനാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ലതല്ലാത്ത നിങ്ങളുടെ ലൈഫിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എനർജീസിനെയാണ് യൂണിവേഴ്സ് പുറന്തള്ളുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഓവർ തിങ്ക് ചെയ്യണ്ട. എഗെയിൻ നിങ്ങളോട് പറയുന്നു, കാട് കയറി ചിന്തിച്ചു പോണ്ട, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഈ തീരുമാനം എടുത്തത് എന്താ പറയുക ധൃതി വെച്ച തീരുമാനമായോ,
ഇനി ഞാനിത് നാളെ ഇതിൽ ജയിക്കോ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ഓക്കെ, നിങ്ങളോട് പറയുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. ആ ഒരു എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. ആ കിങ് ഓഫ് വാൻസിന്റെ എനർജിയിലായിരിക്കണം. വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ എടുത്തത് ശരിയായ തീരുമാനമാണ്, എനിക്ക് നല്ലതായിട്ടുള്ള തീരുമാനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകുക. വളരെ കോൺഫിഡന്റ് ആയിട്ട്. ഓക്കെ, ലൈഫ് എൻജോയ് ചെയ്യുക. കാരണം അവിടുന്ന് ഈ സുഹൃത്ത് ബന്ധങ്ങൾ അവസാനിക്കുന്നത് അത് അപ്രതീക്ഷിതമാണ്. പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഇമോഷണലി ആയിരിക്കാം നിങ്ങൾ കൂടുതൽ ഫുൾഫിൽമെന്റ് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ അത് ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചതിന് ശേഷമാണ് സംഭവിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇതെന്താ പെട്ടെന്ന് ലൈഫ്, അപ്പൊ നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊക്കെ പെട്ടെന്ന് വരെ നിങ്ങൾ വളരെ ഹാപ്പി ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയുക, വളരെ കോൺഫിഡന്റ് ആയിട്ട് പോവാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പാടുന്നത് വെച്ചാൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ചാനൽഡ് മെസ്സേജസ്. അപ്പോൾ എത്ര ചാനൽഡ് മെസ്സേജ് കിട്ടുന്നു അത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്യുന്നത് സ്വീകരിക്കുക കേട്ടോ. കളക്റ്റീവ് റീഡിംഗ് ആണല്ലോ. ഇപ്പോൾ ഗ്രൂപ്പ് 1 കളക്റ്റീവ്സിന്റെ ഹയർ സെൽഫ് അവർക്ക് നൽകാനുള്ള ചാനൽഡ് മെസ്സേജസ്, കരിയറുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാനുള്ള ഈ ജനുവരി മാസത്തിലേക്ക് നൽകാനുള്ള ചാനൽഡ് മെസ്സേജ് എന്താണ്? ഓക്കെ, ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജസ് ഞാൻ ഒന്നൊന്നായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. യു ആർ ബീയിങ് ഗൈഡഡ് ടു ട്രസ്റ്റ് ദ പ്രോസസ് മോർ ദാൻ ദ ഔട്ട്കം. ഔട്ട്കം എങ്ങനെയാകും എന്നതിനേക്കാളും ഇപ്പോഴത്തെ ആ ഒരു പ്രോസസ്, ഓക്കെ, യൂണിവേഴ്സ് അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യും എന്ന് വിശ്വസിക്കാനാണ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് പറയുന്നത്. ഈശ്വരനിൽ വിശ്വസിക്കുക, അതാണ് ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഡോണ്ട് റഷ് യുവർ ഗ്രോത്ത്, യുവർ ടൈമിംഗ് ഈസ് ഡിവൈൻലി ഡിസൈൻഡ്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, അങ്ങനത്തെ ഒരു ധൃതി വേണ്ട എന്ന് നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്നു. യു ആർ നോട്ട് കമ്പീറ്റിംഗ്, ഓക്കെ, യു ആർ ക്രിയേറ്റിംഗ് യുവർ ഓൺ ലൈൻ. നിങ്ങൾ ആരുമായിട്ടൊരു മത്സരത്തിലല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കരിയറിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. The energy you give your goals will return multiplied. അപ്പൊ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഗോൾസ്, ലക്ഷ്യങ്ങളിലേക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി, ഓക്കെ, അത് തിരിച്ച് മൾട്ടിപ്ലൈഡ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുക. അത് വേസ്റ്റ് ആയി പോവില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങൾ എത്ര എനർജി കൊടുത്തോ അതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പറയണേ നിങ്ങളുടെ ഹയർ സെൽഫ്. When you move with purpose, everything aligns effortlessly. കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അലൈൻ ചെയ്ത് കൃത്യമായി നടക്കേണ്ട സമയത്ത് നടന്ന് ആ ഒരു പ്രോഗ്രസ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് നടക്കും. അതും വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നു. Let go of overthinking. Clarity comes through movement. അനാവശ്യമായിട്ടുള്ള ചിന്തകളെ വിട്ടുകളയാൻ പറയുന്നു. ഓവർ തിങ്കിങ് വേണ്ട, പകരം ആക്ഷൻസ് എടുക്കുക. ഇരുന്ന് ചിന്തിക്കുന്നതിനും പകരം ആക്ഷൻസ് എടുക്കുക. ആക്ഷൻസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തുക. ഇനി നമുക്ക് ഒറക്കിൾ മെസ്സേജസ്, ഓക്കെ, പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒറക്കിൾ മെസ്സേജസ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം കിട്ടിയത് ഫോളിങ് ഫാസ്റ്റ്, ലവ് ഹാപ്പൻസ് ക്വിക്ലി ബട്ട് ഡോണ്ട് ലൂസ് യുവർ സെൽഫ് ഇൻ ദ പ്രോസസ്. ഒരു പ്രണയം പെട്ടെന്ന് തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് പറയാണ്, അതിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അതൊന്നും മറന്നു പോരുത് എന്ന്. voids, avoid rushing to fill voids with love, seek inner fulfillment first. ഇത് പറയുന്നത് സെൽഫ് ലവിന്റെ കാര്യമാണ്. ഒരു പ്രണയം അവസാനിക്കുമ്പോഴേക്കും വേഗം വേറൊരു കണക്ഷനിലേക്ക് എത്താനുള്ള ഒരു ഡെസ്പറേഷൻ വേണ്ട എന്ന് പറയുന്നു. കാരണം അവിടെ ഒരാൾ ഉണ്ടായിരുന്നു, ആ വ്യക്തി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എംപ്റ്റിനെസ് ഉണ്ട്. അത് ഫില്ല് ചെയ്യാനാണ് നിങ്ങളുടെ ഉള്ളിൽ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുള്ളൊരു ത്വര നിങ്ങൾക്ക് ഉണ്ടാവണേ. അത് പാടില്ല. ഓക്കെ, അവിടെ നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു സംതൃപ്തി നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഫുൾഫിൽമെന്റ് നമുക്ക് നേടാൻ സാധിക്കണം. അതിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. ഹാർട്ട്
Heartbreak is a part of human experience. It will pass. Okay. Heartbreak ഉണ്ടാകും ഡെഫിനറ്റ്ലി. എന്താ പറയാ, എല്ലാ പ്രണയങ്ങളും സക്സസ്ഫുൾ ആകണം എന്നില്ല. പക്ഷെ അതിനർത്ഥം എന്താ പറയാ, അത് കാലാകാലത്തികളതല്ല, അതും കടന്നു പോകും. ഓക്കെ. ലവ് നോസ് നോ ഡിസ്റ്റൻസ്. ഇറ്റ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ്. ലോങ് ഡിസ്റ്റൻസ്, ഒരുപാട് ദൂരം അല്ലെങ്കിൽ സമയം, ഇതൊക്കെ കാരണം പറഞ്ഞ് പ്രണയം അവസാനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പ്രണയത്തിന് അങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ സമയതൊന്നും പ്രശ്നമല്ല. ഓക്കെ. നമുക്ക് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വേണം എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, എത്ര ദൂരമുണ്ടെങ്കിലും അവർ എത്ര അകലെയാണെങ്കിലും എത്ര സമയം എടുത്താലും നമ്മൾ അത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതുപോലെ എഫേർട്ട് എടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, അത് യഥാർത്ഥ പ്രണയമല്ല. ഇനി അടുത്തത് ഡെസ്റ്റിനി. The reunion with your twin flame is a destined event. Especially നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള യൂണിയൻ അത് ഈ ഒരു ജന്മം വിധിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. റൈറ്റ് പാത്ത്. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ജേർണി ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഇത് അത്യാവശ്യം ഹീൽഡ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. ഓക്കെ. ഇപ്പൊ പ്രണയം നിങ്ങളെ സംബന്ധിച്ച് വളരെ സുന്ദരമായ ഒരു യാത്രയാണ്. നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത് കേട്ടോ. ഗ്രൂപ്പ് 1-ന് അവർ 2026 ജാനുവരി മാസവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ. ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ. അപ്പൊ ജാനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറഞ്ഞാൽ 5, 9, 10, 19, 28, 31. ഓക്കെ. ഇനി 3 ജന്മനക്ഷത്രങ്ങൾ കിട്ടേണ്ട. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജന്മനക്ഷത്രം ആയിരിക്കാം കേട്ടോ. രോഹിണി, പൂയം, ആയില്യം. പിന്നെ നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിരിക്കണേ. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങൾ ഒക്കെ ആയിരിക്കാം, ഇനീഷ്യൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിലുള്ള അക്ഷരങ്ങളായിരിക്കാം. ഴ, ഇ, ഷ. ഓക്കെ. ഇവിടെ വയ്ക്കാം. ഇ, ഇ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ പുതുവർഷം പ്രമാണിച്ച് 2026 ടാരോ ഗൈഡൻസ് പാക്കേജ് എന്നൊരു സ്പെഷ്യൽ റീഡിംഗ് ഞാൻ ഇപ്പോൾ നൽകുന്നുണ്ട്. പരിമിത കാലത്തേക്ക് മാത്രമാണ്. ഒരു ദിവസം 5 ബുക്കിംഗ് ഈ ഒരു പെർട്ടിക്കുലർ റീഡിംഗിൽ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഈ റീഡിംഗ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുക, എന്തൊക്കെ വിഷയത്തിലാണ് നിങ്ങൾക്ക് ഒരു റീഡിംഗ് ഉണ്ടാകുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള പൂർണ്ണ വിവരം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് റെഫർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ഈ കമന്റ് സെക്ഷനിൽ തന്നെ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 2-ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ല സുന്ദരമായ ഒരു ജാനുവരി 2026 ആശംസിക്കുന്നു. നന്ദി. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ ചാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകം പറയാം. കാരണം ഇത് എൻ്റെ ചേച്ചിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ ജനുവരി മാസം എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൊതുവെ നിങ്ങളുടെ ജാനുവരി മാസം എങ്ങനെയായിരിക്കും? ഓക്കെ. ഒരു ജനറൽ എനർജി, പിന്നെ നമ്മൾ ഓരോ ഏരിയയിലേക്കും ഫോക്കസ് ചെയ്യുന്നു. ഗ്രൂപ്പ് 2-ന് 2026 ജാനുവരി മാസം പൊതുവെ എങ്ങനെയാകും? ഓക്കെ. പ്രിൻസസ് ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയത്. ക്ലാരിഫൈ ദ പ്രിൻസസ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ ദ ഏസ് ഓഫ് സോർഡ്സ്. അഡ്വൈസ്. ഓക്കെ. അണ്ടർലൈങ് എനർജി പ്രിൻസസ് ഓഫ് കപ്സ്. അപ്പൊ ഈ ഒരു എനർജി നമുക്ക് ഇവിടെ ഫസ്റ്റിലേക്ക് കാണാൻ സാധിക്കുന്നു. അതായത് കുറെ നല്ല വാർത്തകൾ കേൾക്കാൻ ഒക്കെ, നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. പൊതുവെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് ജാനുവരി മാസം. പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ള, ഓക്കെ,
അങ്ങനത്തെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എനർജി വളരെയധികം ഒരു എലിവേറ്റഡ് ആകുന്ന, നിങ്ങളുടെ എനർജറ്റിക്കൽ ഫ്രീക്വൻസി കൂടുന്ന ഒരു സമയമായിട്ട് കാണുന്നു. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടാകാൻ സാധ്യത, നിങ്ങളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അത് ചെറിയ തുകയാണെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് പണം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല അവസരങ്ങളെയും, നല്ല അനുഭവങ്ങളെയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങൾ അക്നോളജ് ചെയ്യണം. ഒന്നിനെയും വിലയില്ലാതെ കാണരുത്. ഓക്കെ, ഇതിപ്പോ അത്രയല്ലേ ഉള്ളൂ, അതിപ്പോ ശരിയാണ്, സന്തോഷമാണ്, പക്ഷെ അതിപ്പോ അത്ര വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ലല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. ഓക്കെ, നിങ്ങളോട് അതാ പറയണേ, വരുന്ന എല്ലാ നല്ല വാർത്തകളും, നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കും, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുമ്പോഴും നിങ്ങളത് ആഘോഷിക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, പക്ഷെ അത് നിങ്ങൾ ആഘോഷിക്കണം. നല്ല മൊമെന്റ്സ് മാക്സിമം എൻജോയ് ചെയ്യുക, നല്ല മൊമെന്റ്സിന്റെ ഭാഗമാകുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ എനർജിയിലായിരിക്കുക. ഉടനെ ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചോ ആലോചിച്ച് ആശങ്കപ്പെടാതെ, വിഷമിക്കാതെ ആ ഒരു മൊമെന്റിലാകുക. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ആനന്ദത്തിനെ നിങ്ങൾ അനുഭവിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം എങ്ങനെയാകുമെന്ന് നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം ഗ്രൂപ്പ് 2 എങ്ങനെയാകും? കരിയറുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം ഗ്രൂപ്പ് 2 എങ്ങനെയാകും? Clarify 3 of Wands. Clarify 5 of Wheels. Okay. Advice. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് അഗെയിൻ കാണുന്നുണ്ട്. കരിയറിൽ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ചസിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. ആ എനർജി അങ്ങനെയുള്ളവർക്കാണ് ആ ഒരു പ്രോഗ്രസ് നിങ്ങൾ അനുഭവിക്കുക. ഓക്കെ, കരിയറിൽ ഒരു ഫോർവേഡ് മൊമെന്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി, ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഈ 2026 ജനുവരി മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിവൈൻ ടൈമിങ്ങിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം സംഭവിക്കുന്ന ഡിവൈൻ ടൈമിങ്ങിലാണ്. ആ ഡിവൈൻ ടൈമിങ്ങിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു മാസമാണ് ജനുവരി മാസം. പ്രത്യേകിച്ച് ഈ ഒരു ചാലഞ്ച് ചിലപ്പോൾ നിങ്ങൾ കാലങ്ങളായിട്ട് ഇതിന് പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കറക്റ്റ് ടൈം ആയപ്പോൾ, നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് കറക്റ്റ് ടൈം ആയപ്പോൾ എല്ലാം സോൾവ് ആയി, ഒക്കെ വളരെ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് നടക്കുകയും ചെയ്തു എന്നൊരു ഒരു എന്താ പറയാ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. അതെന്താന്ന് വെച്ചാൽ ആ കറക്റ്റ് ടൈം ആകുമ്പോൾ എന്ന് പറയുന്നത് ഡിവൈൻ ടൈമിങ് അതാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോഴാണ് നിങ്ങൾ ഈ റീഡിങ്ങിലൊക്കെ കേൾക്കുന്ന ഡിവൈൻ ടൈമിങ്ങിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെ എന്നുള്ളത് നിങ്ങൾ അനുഭവിക്കുന്ന, അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു മാസം കൂടിയാണ് ജനുവരി മാസം. കുറച്ചും കൂടെ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു സമയം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് കാണുന്നു. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ഉടനെ അടുത്ത ചാലഞ്ച് എന്താണ്, അല്ലെങ്കിൽ അടുത്ത പ്രശ്നം, അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ, കാരണം നിങ്ങൾ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് നിങ്ങൾ പുറത്തു കിടക്കുന്നത്. അപ്പോൾ ഇനി പൊട്ടൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ചാലഞ്ചസിനെ ഫോക്കസ് ചെയ്യാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതും നിങ്ങൾ കടന്നു പോയിട്ടുള്ളതും അതിന്റെ ആഴവും പരപ്പും നിങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷെ ചുറ്റുള്ളവർ അത് മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ അവരുടെ അവർ പറയുന്ന ചില രീതികൾ നിങ്ങളുടെ ഈ ഒരു വളർച്ചയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ഈ പുരോഗതിയെ കുറിച്ച് മറ്റുള്ളവരുടെ ചില അഭിപ്രായങ്ങൾ, അവർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കുകയും നിങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കാതിരിക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക. കാരണം നിങ്ങൾ അതുപോലെ നിങ്ങൾ അത്രയും നാളായിട്ട് നിങ്ങൾ മറികടക്കാൻ ആഗ്രഹിച്ച ഒരു ചാലഞ്ചാണ് ഈ ജാനുവരി മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ മറികടക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് ഉണ്ടാവുന്നത്, എസ്പെഷ്യലി നിങ്ങൾ ഒരു യാത്രയൊക്കെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റീലൊക്കേഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു സാധ്യത, അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ജനുവരി മാസം. ആ ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം. അപ്പൊ ആ ഒരു മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ഈ പറയുന്നവർ പറയട്ടെ, അവർക്കറിയില്ല നിങ്ങൾ എന്തിലൂടെ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവരെ പറയുന്നത് അവരുടെ അറിവ് കുറവാണ് എന്ന് മനസ്സിലാക്കിയോണ്ട് പക്വതയോടെ ആ ഒരു സന്ദർഭങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയും. ഇനി നിങ്ങളുടെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് 2026 ജനുവരി മാസം എങ്ങനെയായിരിക്കും നോക്കാം.
സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? Clarify. The Lovers. Okay. Clarify. The Ten of Pentacles. Advice. നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വസ്ഥമായിട്ടുള്ള ഒരു സമയം. അഗൈൻ ഈ ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് ജസ്റ്റ് ഒരു കുറച്ചു നാളത്തേക്കുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയോ അല്ലെങ്കിൽ ഒരു ഉയർച്ചയോ അല്ല. ഈ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി എന്ന് പറയുന്നത് കാലാകാലങ്ങളിലേക്കുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപോലെ എഫക്റ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കുന്ന ലോങ് ടേമിലേക്കുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമാണ് 2026 ജാനുവരി മാസം എന്ന് കാണുന്നു. അത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു അവസരം യൂണിവേഴ്സ് ആണ് കൊണ്ടുതരുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. അത് നിങ്ങളോട് അലൈൻഡ് ആകുന്നതാണ്. ഓക്കെ, ഇത് അലൈൻമെന്റ്, ആ ഒരു ഡിവൈൻ അലൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തരത്തിലുള്ള സാമ്പത്തിക വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നിങ്ങൾ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആണ് ഈ വരുന്നത് എന്ന് ആലോചിക്കുക, മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അവസരം വരുമ്പോൾ, ഞാനൊരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു അലൈൻമെന്റ് എന്നുള്ള രീതിയിൽ രണ്ട് എനർജി എനിക്ക് കിട്ടണം. അപ്പോൾ ചിലർക്ക് ഇതൊരു അവസരം വരുന്നുണ്ട് ഈ ജാനുവരി മാസത്തിൽ. അത് നിങ്ങൾ കൃത്യമായി ആ ഒരു അവസരം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോസ്പെറിറ്റി, ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. മറ്റു ചിലർക്ക് നിങ്ങൾ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച മുന്നിൽ കണ്ട് ആ ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് കാണുന്നു. അങ്ങനെയുള്ളവർക്ക് ആ ഒരു അലൈൻമെന്റ്, എനർജറ്റിക്കൽ അലൈൻമെന്റ് സംഭവിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോങ് ടേമിലേക്ക് ആഗ്രഹിക്കുന്ന ആ ഉയർച്ച സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അഗൈൻ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസ്പെറിറ്റി വരുമ്പോൾ അതിനെ എന്താ പറയുക, സാധാരണയായിട്ട് കാണാതിരിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി അതിൽ സന്തോഷിക്കണം, യൂണിവേഴ്സിനോട് നന്ദി പറയണം. ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, അതൊരു ബ്ലെസ്സിങ് ആണ്, അതെല്ലാവർക്കും കിട്ടുന്നതല്ല. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പൊ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, യൂണിവേഴ്സിനോട് അത്രയും നന്ദിയും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം, അത് പ്രകടിപ്പിക്കണം. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഗൈഡൻസ്. ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ 2026 ജനുവരി മാസം എങ്ങനെയാകുമെന്ന് നോക്കാം. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2-ന്റെ 2026 ജനുവരി മാസം എങ്ങനെയാകും? King of Pentacles, clarify the King of Pentacles. Hanged Man, clarify the Hanged Man. Okay, advice. അണ്ടർലൈൻ എനർജി ടെമ്പറൻസ് കാർഡ് ആണ്. ഓക്കെ, അലൈൻമെന്റ് ആണ് ഇവിടെ അഗൈൻ പറയുന്നത്. നിങ്ങളോട് പറയുന്നു വളരെയധികം നിങ്ങളുടെ അപ്ലിഫ്റ്റ്മെന്റിന്, നിങ്ങളുടെ ഒരു എന്താ പറയുക സെൽഫ് ലവ് ജേർണിയിൽ ഫുൾഫിൽ ചെയ്ത് പോകുക, അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ലൈഫിനെ ഒരു സെലിബ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു മാസമാണ് ജനുവരി മാസം. ഓക്കെ, നിങ്ങൾ ഇവിടെ ലവ് ലൈഫ്, പ്രണയ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണറിന് വേണ്ടി ഡെസ്പറേറ്റ് ആവുന്നതായിട്ട് കാണുന്നില്ല. എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടെ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളിൽ നടത്തേണ്ട ഹീലിംഗ് എന്താണ് അത് നോക്കുന്നു. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് പ്രസന്റ് മൊമെന്റിൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ്, ഓക്കെ, അതുപോലെ ഹീലിംഗ്, അതുപോലെ മാനിഫെസ്റ്റേഷൻ, ഇതിലൊക്കെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ജനുവരി മാസത്തിൽ. അവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡെസ്പറേഷൻ ഇല്ല, ഒരു തരത്തിലുള്ള എന്താ പറയുക വിഷമങ്ങൾ കാണുന്നില്ല.
നിങ്ങൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ അവിടെ വളരെ ഓക്കെ ആണ്, നിങ്ങൾ അവിടെ ഹാപ്പിയാണ്. പിന്നെ അതിൽ എന്ത് മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ട്, അതിലേക്ക് യൂണിവേഴ്സ് എന്തായാലും എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി സറണ്ടർ ആയി നിങ്ങൾ ആ ഗ്രൗണ്ടഡ് പ്രസന്റ് മൊമെന്റിലായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രണയ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നതിന്, ആ ഒരു മാറ്റം സംഭവിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ട്, എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹവും കരുതലും നിങ്ങൾക്ക് തന്നെ നൽകിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. യു ആർ ഫീലിംഗ് യുവർ ഓൺ കപ്പ്. ക്യൂൺ ഓഫ് കപ്സ് എപ്പോഴും കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ലവ് ലൈഫുമായി ബന്ധപ്പെട്ടുമ്പോൾ കിട്ടുമ്പോഴുള്ള ഒരു മെസ്സേജാണ് യു ആർ ഫീലിംഗ് യുവർ ഓൺ കപ്പ്. മറ്റൊരാൾ വന്ന് എന്നെ സന്തോഷിപ്പിക്കട്ടെ, മറ്റൊരാൾ വന്ന് എന്നെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിന് പകരം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ സ്നേഹവും കരുതലും ഞാൻ എനിക്ക് തന്നെ നൽകട്ടെ, ഞാൻ എനിക്ക് തന്നെ നൽകുന്നു, ഞാൻ തന്നെ എൻ്റെ ലൈഫിലേക്ക് സന്തോഷം ആകർഷിക്കുന്നു. ഇങ്ങനെ ആ സെൽഫിലേക്ക് ഫോക്കസ് ചെയ്ത് അത് റൈറ്റ് പാത്ത് ആണ് എന്ന് ഞാൻ പറയും. ആ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുക. യൂണിവേഴ്സിന്റെ നിന്നൊരു അഡ്വൈസ് എന്താന്ന് പറഞ്ഞാല്, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് ഒക്കെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് കയറി വരാൻ ഒരു സാധ്യത. അപ്പോ ഈ ഒരു കാര്യമായിട്ടൊരു മൊമെന്റ് ഇല്ലാതാകുമ്പോൾ, ഒരു എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യാതാകുമ്പോഴുള്ള ഒരു ടെൻഷൻ, ഒരു ആൻഷ്യസ് എനർജി കയറി വരാൻ സാധ്യതയുണ്ട് ജനുവരി മാസത്തില്. അപ്പൊ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സിൽ അതിൽ സറണ്ടർ ചെയ്തിട്ട് യൂണിവേഴ്സിനോട് പറയാം, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഇങ്ങനത്തെ ചിന്തകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റുക, എനിക്ക് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകാനാണ് താല്പര്യം, അതിന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആൻഷ്യസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചിന്തകൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ യൂണിവേഴ്സ് എടുത്ത് പറയുന്നു. ഓക്കെ, ഇനി കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം എങ്ങനെയാകുമെന്ന് നോക്കാം. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം എങ്ങനെയായിരിക്കും? ഓക്കെ, advice. Underlying energy 7 of cups. Okay, അപ്പൊ ഈ പറയുന്ന കുടുംബ ബന്ധങ്ങളിലെ ഈ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ചില കണക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു എന്താ, നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു കണക്ഷനിൽ സ്പെസിഫിക്കലി ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് മുഴുവൻ അറിഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടെങ്കിൽ, ഓക്കെ, എന്താണ് അവിടെ എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ശക്തമായൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ശരിവെക്കുന്ന രീതിയിൽ നിങ്ങളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന സത്യം എന്താണോ, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ക്ലാരിറ്റി എന്താണോ, അത് പുറത്തേക്ക് വരുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസം. ഓക്കെ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ചിലർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം, അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം, അത് നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിന് വളരെ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല, അതിനേക്കാളും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം. അപ്പം അത്രയും നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന എന്താ ക്ലാരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് അവർക്ക് തിരിച്ചത്രയും പ്രാധാന്യം ഇല്ല എന്ന് നിങ്ങൾ അറിയുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സത്യങ്ങൾ ഈ കുടുംബ ബന്ധങ്ങളില്, അതും നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തത, ആ ഒരു സത്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. അത് ജനുവരി മാസത്തിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് യൂണിവേഴ്സ് തുറന്നു കാണിക്കുകയാണ്, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നു. പൊതുവേ ഒരു എന്താ പറയണ്ടേ, ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ സത്യങ്ങൾ പുറത്തു വന്നാൽ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നതായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സെലിബ്രേഷൻ എനർജി ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത, സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നു, നിങ്ങൾ അതിന്റെ ഭാഗമാകുന്നു എന്ന് കാണുന്നു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അതിന്റെ ഭാഗമാകുന്നുണ്ടാവും. ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന പോലെ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ,
എത്രത്തോളം ചിലപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതും ഒക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ കാണുന്നത്. അപ്പോൾ നല്ലതും ഉണ്ട്, സന്തോഷമുള്ളതും ഉണ്ട്, എന്നാൽ സന്തോഷം അധികം തരാത്ത അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ അത് ഒന്നും എന്താ പറയാ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് എന്ന് പറയാം ഈ രണ്ട് എനർജീസിന്റെയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ വിവാഹമോ അങ്ങനെ എന്തെങ്കിലും ഒരു വിവാഹം ഉറപ്പിക്കുക, എൻഗേജ്മെന്റ് അങ്ങനെ എന്തെങ്കിലും നടക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, കുടുംബത്തില് അങ്ങനെ ഒരു എനർജി നമുക്ക് കാണുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒത്തുകൂടുന്നു. ഓക്കെ, അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിന്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്തായാലും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്ലാരിറ്റിയും നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നു. നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചാൽ പേ അറ്റൻഷൻ ടു ദ സയൻസ്. നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസ്, നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സയൻസ് ഒക്കെ തന്ന്, നിങ്ങൾക്ക് വാർണിംഗ്സ് ഒക്കെ തന്ന് കൃത്യമായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ കെയർലെസ് ആയിട്ട് മൈൻഡ് ചെയ്യാതെ ഒന്നും ഇരിക്കരുത്. നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം, വളരെ ഒബ്സർവിങ് ആയിരിക്കണം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഒബ്സർവിങ് ആയിട്ട് ഈ സയൻസും സിങ്ക്രണസിറ്റീസും ഒക്കെ കൃത്യമായി വാച്ച് ചെയ്ത് അതെന്താണെന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടാകണം അവിടെ. ഓക്കെ, ഇന്ന രീതിയിലായാലേ ഞാൻ സ്വീകരിക്കുവാൻ പാടില്ല. ഒരു ഓപ്പൺ മൈൻഡോട് കൂടെ വേണം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ ആയിരിക്കാനായിട്ട്. അപ്പോഴാണ് ഈ സത്യങ്ങളെ ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് പറ്റുക. ഓക്കെ, ഇനി സൗഹൃദങ്ങൾ. ഓക്കെ, സൗഹൃദങ്ങൾ എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് 2026 ജനുവരി മാസം ഗ്രൂപ്പ് 2 എങ്ങനെയായിരിക്കും? അണ്ടർലൈങ് എനർജി അഗൈൻ ടെമ്പറൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത് കുറച്ചും കൂടെ സൗഹൃദങ്ങളിൽ കുറച്ചും കൂടെ ഒരു നെർച്ചറിങ് എനർജി. ഓക്കെ, ആ ഒരു സ്നേഹം, സപ്പോർട്ട് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ അത് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. വളരെ കെയറിങ്ങോടുകൂടെ തോട്ട്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. ചിലപ്പോൾ ഈ വ്യക്തി വളരെ സീരിയസ് ആയിട്ട് അധികം അങ്ങനെ സംസാരിക്കാത്ത, അധികാരോട് ഇടപെടാത്ത ഒരാളായിരിക്കാം. പക്ഷെ അവരുമായിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു. ഓക്കെ, അത് നിങ്ങളോട് എക്സ്പെക്ട് ചെയ്യുന്നതല്ല, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട്, സുഹൃത്തുക്കളായിട്ട് മാറുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് സുഹൃത്തുക്കൾ വരികയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ അധികാരോട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ജാനുവരി മാസം എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഡിസേർവ് ചെയ്യുന്നത്, ഓക്കെ, അത് മാത്രമേ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാവൂ. ഈ സൗഹൃദങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമോ, എങ്ങനെയാണോ അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അത് മാത്രം പ്രോത്സാഹിപ്പിക്കുക. ആരെങ്കിലും ഇൻഫീരിയർ ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായ ബൗണ്ടറി ഇടുക. ഓക്കെ, ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണോ നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണ്ടത്, അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിനെ നിങ്ങൾ കൂടുതൽ നർച്ചർ ചെയ്യുക. അപ്പോൾ അതുപോലെ അതേ ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ടും ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന അത്രയും എഫേർട്ട് തിരിച്ചു കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ഇല്ലാത്ത ബന്ധങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ചാനൽഡ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹയർ സെൽഫ് നൽകാൻ ആഗ്രഹിക്കുന്ന ചാനൽഡ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
അപ്പൊ ആദ്യത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് പ്ലേ, കീപ് ദ ഫെയ്ത്ത് ഈവൻ വെൻ നത്തിങ് സീംസ് ടു മൂവ്. അപ്പൊ ഡിവൈൻ ടൈമിങ്ങിലാണ് എല്ലാം സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, അപ്പൊ ഒന്നും പ്രത്യേകമായിട്ടൊരു പ്രോഗ്രസ് കാണുന്നില്ലെങ്കിലും വിശ്വാസം കൈവിടരുത് എന്നാണ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഡോണ്ട് റഷ് യുവർ ഗ്രോത്ത്, യുവർ ടൈമിംഗ് ഈസ് ഡിവൈൻലി ഡിസൈൻഡ്. പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വളർച്ച അല്ലെങ്കിൽ ഉയർച്ച കരിയറിൽ ഉണ്ടാവണം, അങ്ങനെ ഒരു ഡെസ്പറേഷൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട പ്രോഗ്രസ്, ഗ്രോത്ത് അതൊക്കെ ഡിവൈൻലി പ്ലാൻഡ് ആണ്. അത് ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിച്ചിരിക്കും. അപ്പൊ അതനുസരിച്ച് സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഒരു ഡെസ്പറേഷൻ എനർജി നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. യു ആർ എൻ്ററിങ് എ ഫേസ് വേർ യുവർ എഫേർട്ട് ആൻഡ് പർപ്പസ് മീറ്റ്സ്. അപ്പൊ കരിയറിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് മെസ്സേജ് ആണോ കണക്ട് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ റെസനേറ്റ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് കേട്ടോ. കളക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ചാനലിന്റെ മെസ്സേജസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്ന, ഓക്കെ, അതുപോലെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന, ഈ പറയുന്ന പോലെ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് റിവാർഡ് കിട്ടുന്നു, അതുപോലെ ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുന്ന, ഓക്കെ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു ഫേസിലേക്കാണ് കരിയറിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. യുവർ ഹയർ സെൽഫ് വാണ്ട് യു ടു സെലിബ്രേറ്റ് പ്രോഗ്രസ്, നോട്ട് പെർഫെക്ഷൻ. കരിയറിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ്, ഓക്കെ, ഇപ്പോഴുള്ള സ്റ്റേറ്റിൽ നിന്നും ഒരു അപ്ഗ്രേഡ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് മൊമെന്റിൽ എത്തുമ്പോൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യാം, അങ്ങനെയല്ല വേണ്ടത്. ഉണ്ടാകുന്ന ഓരോ ചെറിയ വിജയങ്ങളെയും നിങ്ങൾ ആഘോഷിക്കണം. The more you align with your authenticity, the faster success finds you. നിങ്ങൾ നിങ്ങളായി തന്നെ കരിയറിൽ നിൽക്കുമ്പോഴാണ്, ഓക്കെ, ഒതന്റിക് ആയിട്ട് നിൽക്കുമ്പോഴാണ്, പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഒഴിവാക്കി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുക. യു ആർ സ്ട്രോങ്ങർ ദാൻ യുവർ കറന്റ് ചാലഞ്ച്. അപ്പൊ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നവരോടാണ് പറയുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ചാലഞ്ച് മറികടക്കാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവണം, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഫേസ് ചെയ്യുന്ന ചാലഞ്ചിനേക്കാളും എത്രയോ മടങ്ങ് പവർഫുൾ ആണ് നിങ്ങൾ എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് നിങ്ങളുടെ ഹയർ സെൽഫ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇനി നമ്മൾ നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ഒറക്കിൾ മെസ്സേജസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് 2ന്റെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒറക്കിൾ മെസ്സേജസ്. ഓക്കെ, ഒരു കാർഡും കൂടെ. ഓക്കെ, അപ്പൊ ആദ്യം കിട്ടിയ കാർഡ് പ്രൊപ്പോസൽ, ആൻ ഓഫർ ഓർ പ്രൊപ്പോസൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ ദാറ്റ് കംസ് ആസ് എ സർപ്രൈസ്. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാരേജ് പ്രൊപ്പോസൽ, ഒരു ഓഫർ ഒക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യത. ഓക്കെ, സർപ്രൈസിംഗ്ലി അത് വരാൻ ഉള്ള സാധ്യതയുണ്ട്. പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. സെറ്റിലിംഗ്, അവോയ്ഡ് സെറ്റിലിംഗ് ഫോർ ലെസ് ദാൻ യു ഡിസേർവ് ഇൻ ലവ്. നിങ്ങൾ അർഹിക്കുന്നതിനും ഇൻഫീരിയർ ആയിട്ടുള്ള കണക്ഷൻസ്, ഓക്കെ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, അതിലൊന്നും സെറ്റിൽഡ് ആവാതിരിക്കുക. നിങ്ങൾ എന്താണ് പ്രണയ ജീവിതത്തിൽ അർഹിക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. അതിന് താഴെയുള്ള ഒന്നിലും നിങ്ങൾ സെറ്റിൽ ആകാനായിട്ട് പാടില്ല. ഡിവൈൻ ടൈമിംഗ്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ്, ലവ് അറൈവ്സ് വെൻ ഇറ്റ്സ് മീൻ ടു. അപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിലാണ് പ്രത്യേകം നിങ്ങളോട് പറയണേ, ഡിവൈൻ ടൈമിംഗിൽ വിശ്വസിക്കൂ. ഓക്കെ, എപ്പോഴാണോ അത് സംഭവിക്കേണ്ടത് ആ സമയത്ത് അത് സംഭവിച്ചിരിക്കും. എങ്ങനെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കും എന്നുള്ളതിൽ നിങ്ങൾ ആൻഷ്യസ് ആവേണ്ട ആവശ്യമില്ല. റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ ഹൊറൈസൺ, ബി ഓപ്പൺ ടു ദം. ഓക്കെ, അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിന് ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഉള്ള എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലെ ഒരു സർപ്രൈസിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അത് സ്വീകരിക്കാൻ തയ്യാറാകാൻ പറയുന്നു. വോയിഡ്സ്, അവോയ്ഡ് റഷിംഗ് ടു ഫിൽ വോയിഡ്സ് വിത്ത് ലവ്, സീക്ക് ഇന്നർ ഫുൾഫിൽമെന്റ് ഫസ്റ്റ്. അതായത് ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് അവസാനിപ്പിക്കുമ്പോഴേക്കും ആ ഒരു ഒഴിവ് പെട്ടെന്ന് തന്നെ നികത്താൻ ശ്രമിക്കാതിരിക്കുക. അത് ബുദ്ധിമുട്ടാണ്. അത്രയും നാളെ ലൈഫിൽ ഒരാൾ ഉണ്ടായിട്ട് പെട്ടെന്ന് അവർ പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു എംപ്റ്റിനെസ് നമുക്ക് ഫീൽ ചെയ്യും, ശരിയാണ്. പക്ഷേ ആ ഒരു ഒഴിവ് അല്ലെങ്കിൽ ആ ഒരു എംപ്റ്റിനെസ് മാറ്റാൻ വേണ്ടി വേഗം വേറൊരു റിലേഷൻഷിപ്പിൽ ആകുന്നതല്ല റൈറ്റ് മൂവ്. ഓക്കെ, അവിടെ ആ ഒരു സംതൃപ്തി, ലൈഫിൽ ആ ഒരു ഫുൾഫിൽഡ് എനർജി നിങ്ങളിൽ സ്വയം കണ്ടെത്തുന്നതാണ് ശരിയായ രീതി. അത് എളുപ്പമുള്ള പാതയല്ല, പക്ഷെ അതാണ് ശരിയായ രീതി. അതിലൂടെ മാത്രമേ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലവ് ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. There are no shortcuts എന്ന് ഞാൻ കേൾക്കുന്നു. ഓക്കെ, ഗിഫ്റ്റ്സ്, ലവ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഈസ് ദ എബിലിറ്റി ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് വൺ അതർ. പ്രണയത്തിന്റെ ഒരു ശരിയായ ഒരു പോയിന്റ് എന്താണ്? പരസ്പരം മനസ്സിലാക്കുക.
ഓക്കെ, കൃത്യമായി മനസ്സിലാക്കുക. ആ പെർഫെക്ഷനോടും ഇംപെർഫെക്ഷനോടും കൂടെ മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് ആ പ്രണയത്തിന്റെ ശരിയായ പ്രണയത്തിന്റെ ഒരു എന്താ പറയാ ജിസ്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയത്തിന്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പരസ്പരം ആഴത്തില് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, അംഗീകരിക്കുക. ഓക്കെ, ഇനി അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യണേ കേട്ടോ. ഇനി നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. ഗ്രൂപ്പ് 2ന്റെ ജാനുവരി മാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, ജാനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറഞ്ഞാൽ 9, 21, 29. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ. വൃശ്ചികം രാശി, ഇപ്പൊ നിങ്ങൾ വൃശ്ചിക രാശിയിൽ ഉള്ള നിങ്ങളുടെ സോഡിയാക് സൈൻ എന്ന് പറയുന്നത് വൃശ്ചിക രാശി ആയിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് 2 പ്രധാനപ്പെട്ട മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജനിച്ച മാസം ഇതിലേതെങ്കിലും ഒന്നാകാം. തുലാം, കന്നി. പിന്നെ നമുക്ക് നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചോതി, ഉത്രം, പൂരോട്ടാതി കാണും അല്ലേ? ഓക്കെ, കാർത്തിക. കാർത്തിക ഇവിടെ വെച്ചാൽ കാണില്ലേ? കാർത്തിക. ഇനി കുറച്ച് അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങളായിരിക്കാം. ഇനീഷ്യൽസോ അല്ലെങ്കിൽ അങ്ങനെ അക്ഷരങ്ങളായിരിക്കാം. അത് റെസനേറ്റ് ചെയ്യുമെങ്കിൽ സ്വീകരിക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഢ, ഓ, ഐ, ഒ, ഭ. പിന്നെ കിട്ടിയിട്ടുള്ളത് ധ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. നിങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ പുതുവർഷം പ്രമാണിച്ച് 2026 ടാരോ ഗൈഡൻസ് പാക്കേജ് എന്നൊരു സ്പെഷ്യൽ റീഡിംഗ് ഞാനിപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഒരു ദിവസം 5 ബുക്കിംഗ് ഈ ഒരു റീഡിങ്ങിന്റെ ഞാൻ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു റീഡിംഗ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിലൂടെ ലഭിക്കുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കുള്ള റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വളരെ സുന്ദരമായ ഒരു ജാനുവരി 2026 ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ ചാമിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ മറക്കാതെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം നിങ്ങളുടെ 2026 ജാനുവരി മാസം എങ്ങനെയാകും എന്നുള്ളത് നോക്കാം. അപ്പോൾ മൊത്തം വർഷത്തേക്കുള്ളത് ഒരു റീഡിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ മാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പൊതുവേ നിങ്ങൾക്ക് ജാനുവരി മാസം എങ്ങനെയാകും എന്ന് നോക്കിയിട്ട് പിന്നെ ഓരോ ജീവിതത്തിന്റെ ഓരോരോ മേഖലകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. 2026 ജനുവരി മാസം പൊതുവേ ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഡെത്ത് കാർഡാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. Clarify the death card. Hermit. Clarify the Hermit. Six of Coins. Advice. Queen of Swords. Underlying energy 3 of Wands. പ്രോഗ്രസിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കേട്ടത് ഈ ഡെത്ത് കാർഡ് കണ്ടപ്പോൾ ഞാൻ കേട്ടത് പുനർജന്മം കിട്ടിയ പോലെ എന്നുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പം ആ തരത്തിലൊരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ജാനുവരി മാസത്തിൽ. ഓക്കെ, പുനർജന്മം കിട്ടിയ ഒരു അനുഭൂതി നിങ്ങൾക്ക് ഉണ്ടാകും ഈ ജാനുവരി മാസത്തിൽ. അത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ട്, അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ ജാനുവരി മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നു.
പിന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾ എങ്ങനെയാണോ ഓരോ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തോരം എഫേർട്ട് എടുക്കുന്നു, നിങ്ങൾ എന്തോരം ആണോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അത് ഏതൊരു കാര്യത്തിലും അതിനനുസരിച്ച് ആണ് നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ഉണ്ടാകുക. ഓക്കെ, ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അങ്ങനെയാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അഡ്വൈസ് ആയിട്ട് കിട്ടിയത് ക്വീൻ ഓഫ് സോർട്സ് ആണ്. സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, നോ പറയേണ്ടടുത്ത് നോ പറയുക, നിങ്ങൾക്ക് എന്താണ് അർഹിക്കുന്നത്, നിങ്ങൾ എന്താണ് അർഹിക്കാത്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അതിന് ആ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അപ്പൊ എന്താണ് അർഹിക്കുന്നത് അതിനെ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ നിങ്ങൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യരുത്. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓപ്പൺ ട്രാൻസ്പാരന്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് ജനുവരി മാസം. വളരെ ധൈര്യത്തോടെ ആയിരിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നും കൂടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം എങ്ങനെയാകും നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഓക്കെ, 3 of wands, clarify the 3 of wands, page of swords, clarify the page of swords, 8 of swords. Advice, 9 of swords. Underlying energy, Knight of wands. Okay, അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത് നിങ്ങൾക്കൊരു സ്റ്റാഗ്നന്റ് എനർജി, സ്റ്റക്ക് എനർജി, അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, സ്വപ്നം ഉണ്ട്, അതിലേക്ക് എങ്ങനെ എത്തണം എന്നറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താനുള്ള കഴിവില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്ന, മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം. നിങ്ങൾക്ക് കാര്യമായ പ്രോഗ്രസ്, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കരിയറിൽ അതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അതിനോട് വളരെയധികം അടുക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിലപ്പോൾ ട്രാവൽ, യാത്ര, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര നടത്താനോ റീലൊക്കേറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു സാധ്യതയും ഉണ്ട്. ഓൺലൈൻ ത്രൂ എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി യെസ്, ഗുഡ് ന്യൂസ്. ഓക്കെ, നല്ല നല്ല കമ്മ്യൂണിക്കേഷൻസ്, അതായത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഈ ഒരു ജനുവരി മാസത്തിലെ കരിയറിൽ നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധ്യത കാണുന്നു. ഓൺലൈൻ ത്രൂ ആണ് ഇത് നടക്കാൻ സാധ്യത കാണുന്നത്. ഇതിലെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ ആണ്, അതായത് നിങ്ങൾ ഇതുവരെ പരിചയിച്ചൊരു വഴി ആയിരിക്കില്ല, അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കാണുന്നു. നിങ്ങൾ ഈശ്വരനിൽ അത്രയും വിശ്വസിച്ച്, യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ അത് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്റ്റാഗ്നൻസി, സ്റ്റക്ക് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനായിട്ട് ഡെഫിനറ്റ്ലി സാധിക്കും. നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചാൽ അഡ്വൈസ്, ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി വരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനോട് അലൈൻഡ് ആണ്, പക്ഷെ ഡിഫറെന്റ് ആണ്. ഓക്കെ, ആ വരുന്ന രീതി ഡിഫറെന്റ് ആണ്. അവിടെ അഗെയിൻ നിങ്ങൾ യൂണിവേഴ്സ് വേണമെങ്കിൽ ഒരു ഫൈനൽ ടെസ്റ്റ് എന്ന് പറയാം, നിങ്ങളെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്യുക. അവിടെ ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തരുത് എന്ന് നിങ്ങളോട് പറയുന്നു. ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ എത്ര വാശി പിടിച്ചാലും, എത്ര ഡെസ്പറേറ്റ് ആയാലും നമ്മൾ എനർജറ്റിക്കലി റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം വരില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു മാറ്റം വരുന്നത് നിങ്ങൾ റെഡി ആയതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക, എനർജറ്റിക്കലി അലൈൻഡ് ആയതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരത്തിനെ നിങ്ങൾ സ്വീകരിക്കുക, മുന്നോട്ട് പോകുക, യൂണിവേഴ്സിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകുക. ഓക്കെ, നിങ്ങൾ അത് റിഗ്രറ്റ് ചെയ്യില്ല. അപ്പൊ അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തരുത് എന്നും കൂടെ നിങ്ങളോട് എടുത്തു പറയുന്നു. ഇനി സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് 2026 ജനുവരി മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? Okay, clarify the 10 of cups, 2 of pentacles, clarify the 2 of pentacles, 4 of pentacles, advice, 2 of wands. നിങ്ങൾ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, ഓക്കെ, ആ തീരുമാനം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരു
എന്താ പറയുക, വളരെയധികം ഇമോഷണൽ ഫുൾഫിൽമെന്റ് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിലൂടെ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾ ഉറപ്പുവരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ജാനുവരി മാസത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ്, ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. അത് ഒരു നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന, ആ ഒരു സംതൃപ്തി നൽകുന്ന ഒരു തീരുമാനമായിട്ട് മാറുന്നു. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത നിങ്ങൾ ഉറപ്പുവരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഓക്കെ, പ്രതീക്ഷ കൈവിടാൻ പാടില്ല, വിശ്വാസം കൈവിടാൻ പാടില്ല. അതെങ്ങനെയാകും, എന്താകും എന്നൊന്നും ചിന്തിക്കരുത്. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് എനിക്ക് നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രോഗ്രസ്, നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഇനി അങ്ങോട്ട് സമൃദ്ധി ആയിരിക്കും എന്നൊരു വിശ്വാസത്തോടെ, ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട്, യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിക്കുക. ഓക്കെ, എസ്പെഷ്യലി അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതും. അതിലൂടെ നിങ്ങളുടെ ആ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ഉറപ്പുവരുത്തുന്നതും. ഓക്കെ, നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്കും ഫാമിലിക്കും ഒരുപാട് ഗുണം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ജനുവരി മാസം എങ്ങനെയാകുമെന്ന് നോക്കാം. അപ്പൊ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ 2026 ജനുവരി മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓക്കെ, 2026 ജനുവരി മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ക്ലാരിഫൈ ദ 8 ഓഫ് പെന്റക്കിൾസ്. ഹീലിംഗ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. 5 ഓഫ് കപ്സ്. Clarify, advice. Yeah. Underlying energy temperance ആണ്. ഓക്കെ, അതായത് ഡിവൈൻ ടൈമിംഗിൽ വിശ്വസിക്കാൻ പറയുന്നു. ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ഡിവൈൻ യൂണിയൻ ഡെസ്റ്റിൻഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ജനുവരി മാസത്തിൽ നിങ്ങൾ എസ്പെഷ്യലി പ്രണയ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ഹാർട്ട് ബ്രേക്ക്, ഓക്കെ, ഒരു എൻഡിങ്, ആ ഒരു എൻഡിങ്ങിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നു, വളരെയധികം നിങ്ങൾ അതിൽ സങ്കടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ജനുവരി മാസത്തിൽ നിങ്ങൾ കോൺഷ്യസ്ലി, ഓക്കെ, നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഹീൽ ആകുന്നതിന്, അതിനെ റിക്കവർ ചെയ്യുന്നതിന്, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന്. ഓക്കെ, അതിനുള്ള കാരണം നിങ്ങൾ തിരിച്ചറിയാണ് നിങ്ങൾ എന്താണ് അർഹതപ്പെട്ടിട്ടുള്ളത് പ്രണയ ജീവിതത്തിൽ. അപ്പൊ ഈ ഒരു എനർജിയിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത് അതല്ല നിങ്ങൾ അർഹിക്കുന്നത്. നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്ന, നിങ്ങൾ അത്രമേൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുകയും, അപ്പൊ അതിന് ഇപ്പൊ തടസ്സം നിൽക്കുന്നത് എന്താണ്? ഈ ഒരു പാസ്റ്റ് എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കി ആ പാസ്റ്റ് എനർജിയിൽ നിന്ന് പുറത്തു കടക്കുന്നതിന്, ഹീൽ ആകുന്നതിന് വേണ്ടി നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് ആക്ഷൻ എടുക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം. ഓക്കെ, അതിലൂടെ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കുമെന്ന് കാണുന്നുണ്ട്. വളരെ പക്വതയോടെയാണ് ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അതിലൂടെ വ്യത്യാസം വരുന്നു. പ്രണയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടെ പക്വത വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രണയവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, വളരെ മെച്ചുവർ ആയിട്ട് ഒരു പ്രണയത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു. ഓക്കെ, അത് ഈ ഹീലിംഗിന്റെ ഭാഗമായിട്ടാണ്. ഈ ഹീലിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് ആണ്. നിങ്ങൾ ഹീൽ ആകുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ ഷിഫ്റ്റ് വരാം. നിങ്ങൾ കുറച്ചും കൂടെ ഒരു പക്വത കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓക്കെ, എങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്, വിവാഹിതരാണെങ്കിൽ എന്തായിരിക്കണം നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഒരു കണക്ഷൻ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ജീവിതത്തിൽ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ശ്രമിക്കുക, അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് മാത്രം ചെയ്യുക. അത് എങ്ങനെ സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു, അതെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. പക്ഷെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറിന് അവൈലബിൾ ആകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എസ്പെഷ്യലി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ അവൈലബിൾ ആണ്, നിങ്ങൾ അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതും കൂടെ എടുത്ത് പറയുന്നു. ഇനി കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് 2026 ജനുവരി മാസം എങ്ങനെയാകും നോക്കാം.
കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് 2026 ജനുവരി മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? Clarify the High Priestess. Clarify the Ten of Pentacles. Advice. ഒരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി ചിലപ്പോൾ നിങ്ങളിപ്പോൾ കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ, ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിനും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവുന്നതിനും, ഓക്കെ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് കാണുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ കുറെ നാളായിട്ട് ഇവരായിട്ട് കോണ്ടാക്ട് ഇല്ല, അല്ലെങ്കിൽ ഇവരായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ഒരാളാണെന്ന് കാണുന്നു. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്, അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അതിലൂടെ ആ ഒരു അപ്പൊ അവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആണ് കൊണ്ടുവരുന്നത് എന്ന് കാണുന്നുണ്ട്. കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഫാമിലി കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആകുന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പോസിറ്റീവ് ഒരു ഷിഫ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. യെസ്, ഒരു പ്രോഗ്രസ് അതാണ് ഡെഫിനറ്റ്ലി കാണുന്നത്. അങ്ങനത്തെ ഒരു പ്രോഗ്രസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലൈഫിലെ ഫാമിലി റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പം ഈ ഒരു ഇത് നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം. നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സർപ്രൈസിങ് ആയിരിക്കും എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് കാണുന്നു. ബി ഓപ്പൺ ടു ഇറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ഇനി മുന്നോട്ടുള്ളതിൽ ഫോക്കസ് ചെയ്യുക. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടെ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു. എന്താ നിങ്ങൾക്ക് നല്ലതാണ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ലതാണ് കൊണ്ടുവരിക എന്നും കൂടെ പറയുന്നു. ഒരു അതാണ് 3 of Wandsനോട് പറയണത്. 3 of Wandsനോട് ഉദ്ദേശിക്കുന്നത് അതാണ്, നിങ്ങൾക്ക് നല്ലതാണ്, ഇനി അങ്ങോട്ട് പ്രോഗ്രസ് ആണ്. ഓക്കെ, ഇതൊരു തരത്തിൽ ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കുക, മുന്നോട്ട് പോകുക. കഴിഞ്ഞതിലേക്ക് ഫോക്കസ് ചെയ്യണ്ട, കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ വീണ്ടും നിങ്ങൾ ആ ഒരു റികൺസിലിയേഷൻ സംഭവിക്കുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ അതനുസരിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ അത് അവസാനിപ്പിച്ച് പോകുന്നത് നല്ലതാണ്. ഇപ്പോ എന്തെങ്കിലും നിങ്ങൾ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും അവർ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അവസരം കൊടുക്കണം എന്നല്ല കേട്ടോ യൂണിവേഴ്സ് പറയണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ ഒരു റെസ്പെക്ട്ഫുൾ, ഇനി അവര് നിങ്ങളോട് ചിലപ്പോൾ ക്ഷമ ചോദിക്കാനാണ് വരുന്നത് ആ തെറ്റ് ചെയ്തതിന്. അങ്ങനത്തെ ആളുകൾ തന്നെ ആയിരിക്കാൻ പറയുന്നത്. പക്ഷെ അവർ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനായിരിക്കും. ക്ഷമിക്കുക, നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുക. ആ ബന്ധത്തിനെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരണം എന്നൊന്നും പറയണില്ല. അത് അപ്പൊ ഒരു കുടുംബത്തിലെ ഒരു സ്വസ്ഥത ഉണ്ടാവുകയാണ്. മനസ്സിലായില്ലേ? ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് 2026 ജാനുവരി മാസം ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകുന്നു നോക്കാം. Clarify the 4 of Pentacles. Advice. Okay. ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ഫ്രണ്ട്ഷിപ്പിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സമയമാണ്. അതായത് റിലേഷൻഷിപ്പ് ഒക്കെ കൂടുതൽ സെക്യൂർ ആകുന്ന, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കൂടുതൽ സെക്യൂർ ആവണം, അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യത നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ഒരു പോസിബിലിറ്റിയും ഓക്കെ വളരെ അനുകൂലമായിട്ടൊരു സമയമായിട്ട് നമുക്ക് കാണുന്നു.
ഓക്കെ, പിന്നെ ഒരു മെസ്സേജ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് പോസ് ചെയ്തത്. അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ പെർഫെക്റ്റ് മാച്ചിന്, ഓക്കെ, നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ജാനുവരി മാസത്തില്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ ഒരു ക്ലാരിറ്റി നൽകുന്നുണ്ട് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്ന് കാണുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിങ്ങൾക്ക് അവരുടെ കൺഫർമേഷൻ കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഡിപ്പെൻസ്, ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ഇത് കുറച്ച് ഈ കളക്റ്റീവില് കുറച്ച് പേർക്കുള്ള മെസ്സേജ് ആണിത്. പിന്നെ മാത്രമല്ല, കുറെ കാര്യങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ നിങ്ങൾ പല പുതിയ ജീവിത പാഠങ്ങൾ പഠിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒരു എനർജിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ ആയിരിക്കുന്നതും, ഓക്കെ, ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിൽ നിങ്ങൾ ഇരുന്നുകൊണ്ട് കൂടുതൽ ബെറ്റർ എക്സ്പീരിയൻസസ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി, എസ്പെഷ്യലി നിങ്ങൾ ഒരു ലേഡി ആണെങ്കിൽ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അത് എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നല്ല നല്ല എക്സ്പീരിയൻസസ് അവരിൽ നിന്ന് കിട്ടുകയാണ്. ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു എനർജി ഷിഫ്റ്റ് ആവണം, നിങ്ങളുടെ എനർജി വളരെ മാഗ്നറ്റിക് ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളുടെ എനർജിയിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. അഗെയിൻ അത് റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം സ്വീകരിക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ ടെൻഷനുകൾ ഒഴിവാക്കുക. ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട് ഓവർ തിങ്ക് ചെയ്യുന്നതും ഒഴിവാക്കുക. ഓക്കെ, എപ്പോഴും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് സംസാരിക്കുക, അതായത് നിങ്ങൾക്ക് ഫേവറബിൾ ആയ രീതിയിൽ സംസാരിക്കുക. ഇപ്പൊ ആരെങ്കിലും നല്ല സ്നേഹം കാണിക്കുമ്പോൾ അത് ജെന്യൂൻ ആണ്, അവർക്ക് ശരിക്കും എന്നോട് സ്നേഹം ഉണ്ട്, അല്ലാതെ എന്തിനാണ് അവർക്ക് സ്നേഹം കാണിക്കുന്നത്, ഭയങ്കര സ്നേഹമാണ്, എന്ത് എവിടെ ചെന്ന് അവസാനിക്കുവോ, അതിനൊരു നെഗറ്റീവ് ടോൺ ഉണ്ട് അല്ലേ, അങ്ങനെ പറയാതിരിക്കുക. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് പാടില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അത്രയും നല്ലൊരു ഫ്രണ്ടിനെ തന്നതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അതിനൊരു നെഗറ്റീവ് ടോണിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാണുക, ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ അതിനായിട്ട് ഓൾറെഡി അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹയർ സെൽഫിന് നൽകാനുള്ള ചാനൽഡ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3യുടെ ഹയർ സെൽഫിന് നൽകാനുള്ള ചാനൽഡ് മെസ്സേജ് എന്തൊക്കെയാണ്? ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. Fear of failure is only proof that you care. Use it as a motivation. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്, അതിൽ നിങ്ങൾ തോറ്റു പോകുമെന്നൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അർത്ഥം ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പൊ അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക, ഇത് എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്, ഇതിനെ ഞാൻ വിട്ടുകളയില്ല എന്നുള്ള ഒരു ഡിറ്റർമിനേഷനോടെ അതിനുവേണ്ടി പരിശ്രമിക്കാനാണ് നിങ്ങളോട് നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്നത്. It's time to let go of what drains your energy and make space for what inspires you. അപ്പോൾ ചിലർക്ക് ഇവിടെ ഒരു കരിയറിൽ ഒരു റീഡയറക്ഷൻ ആണ് നിങ്ങളുടെ ഹയർ സെൽഫ് പറയണേ. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒരു കരിയറിലാണ്, സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ അത് മാറ്റി നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന, ഓക്കെ, ഓരോ ദിവസം മികച്ചതായി ചെയ്യണം എന്ന് നിങ്ങൾക്ക് നാച്ചുറലി തോന്നിപ്പിക്കുന്ന ഒരു കരിയർ പാത്ത് ഏതാണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ആ കരിയർ ഷിഫ്റ്റിന് സമയമായി എന്നാണ് നിങ്ങളുടെ ഹയർ സെൽഫ് ഇവിടെ പറയുന്നത്. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇനഫ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ ഇങ്ങനെ പെർഫെക്റ്റ് ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അത് എപ്പോൾ എടുക്കുന്നു എന്നുള്ളതിൽ പെർഫെക്റ്റ് ടൈമിൽ എടുക്കണം അതൊന്നുമില്ല, ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം. ഓക്കെ, അവിടെ നിന്ന് പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യൂണിവേഴ്സിന്റെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്താൽ തന്നെയാണ് അവിടെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. Okay. The next opportunity requires you to leave your comfort zone. അപ്പോൾ നിങ്ങൾക്ക് കരിയറിൽ ലഭിക്കുന്ന അടുത്ത ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കേണ്ടത്, ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. കാരണം അപ്പോൾ മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരികയുള്ളൂ. നിങ്ങൾ അതിന് ആ ഒരു റെഡിനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ കംഫർട്ട് സോണിൽ തന്നെ നിന്ന് പോകണം എന്നൊരു തോന്നല് പാടില്ല.
ഡോണ്ട് റഷ് യുവർ ഗ്രോത്ത്, യുവർ ടൈമിംഗ് ഈസ് ഡിവൈൻലി ഡിസൈൻഡ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു കാർഡ് 3 ഫയലിലും വന്നിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിലുള്ള ഗ്രോത്ത് അത് ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച്, ഡിവൈൻ പ്ലാൻ അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് അതേപടി നടക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കണം. യു ആർ സ്ട്രോങ്ങർ ദാൻ യുവർ കറന്റ് ചാലഞ്ച്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ചാലഞ്ച് എന്താണോ നിങ്ങളുടെ കരിയറിൽ, അതിനെ നിഷ്പ്രയാസം തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്, കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ദ മോർ യു അലൈൻ വിത്ത് യുവർ ഒതന്റിസിറ്റി, ദ ഫാസ്റ്റർ സക്സസ് ഫൈൻഡ്സ് യു. നിങ്ങൾ എത്രത്തോളം ഒതന്റിക് ആയിട്ട് നിങ്ങളുടെ കരിയർ സ്പേസിൽ നിൽക്കുന്നു, അത്രയും പെട്ടെന്ന് വിജയം നിങ്ങളെ തേടിയെത്തും എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് വരണമെങ്കിൽ നിങ്ങൾ ഒതന്റിക് ആയി നിൽക്കുക. പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഒക്കെ മാറ്റി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി ഒതന്റിക് ആയി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നിങ്ങളുടെ ഹയർ സെൽഫ് ഇവിടെ പറയണത്. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒറക്കിൾ മെസ്സേജസ് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 3യുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒറക്കിൾ മെസ്സേജസ് എന്തൊക്കെയാണ് ഈ 2026 ജനുവരി മാസത്തിലേക്ക്? ഓക്കെ, അപ്പൊ ആദ്യം വന്നിട്ടുള്ള കാർഡ് ബൗണ്ടറീസ്. ലവ് മേ ചാലഞ്ച് യുവർ ബൗണ്ടറീസ്, പ്രൊട്ടക്ട് ദം. ഓക്കെ, ബൗണ്ടറീസ് ചാലഞ്ച് ചെയ്യുന്ന പ്രണയം അത് ഒരു ഹെൽത്തി ആയിട്ടുള്ളതല്ല. ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബൗണ്ടറി അതുപോലെ അത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം എന്ന് പറയുന്നത്. അതൊരിക്കലും ബ്ലറായി പോകരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. കണക്ഷൻ, ലവ് ഇസ് ദ ബ്രിഡ്ജ് കണക്ടിങ് സോൾസ്, ചെറിഷ് ദോസ് കണക്ഷൻ. അപ്പോൾ സ്നേഹം, അത് പൊതുവെ ഇതിപ്പോ നമ്മുടെ പ്രണയ ജീവിതത്തിൽ അതിന്റെ അതിൽ ഫോക്കസ് ചെയ്യുന്നു. പ്രണയം എന്ന് പറയുമ്പോൾ ആത്മാക്കളെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ്, ഒരു പാലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കണക്ഷൻ, അത്തരത്തിലുള്ള കണക്ഷൻ, അതായത് പ്രണയത്തിന് അത്രമേൽ അത് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമായി കണ്ട് അതിനെ ചെറിഷ് ചെയ്യണം എന്ന് നിങ്ങളോട് പറയുന്നു. Unseen, love can be blind. Ensure you are not overlooking red flags. Okay, പ്രണയം ചിലപ്പോൾ അന്ധമാകാൻ സാധ്യതയുണ്ട്. റെഡ് ഫ്ലാഗ്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ അതിനെ കെയർലെസ് ആയി ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നിങ്ങൾ അതിനെങ്ങനെ നിസ്സാരമായിട്ട് കാണുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പാടില്ല. അതാണ് റെഡ് ഫ്ലാഗിനെ റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ കാണുക. അതനുസരിച്ച് നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. കാരണം പ്രണയം ചില സമയത്ത് പ്രണയം അന്ധമാണെന്ന് നമ്മൾ കേൾക്കാറില്ല. അത് ഈ ഒരു സിറ്റുവേഷനിലാണ് പറയണത്. ഹെൽത്തി ആണെങ്കിലും അത് തിരിച്ചറിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നു. റൈറ്റ് പാത്ത്, ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ജേർണി ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അപ്പോൾ പ്രണയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് പറഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. നിങ്ങൾ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പൊ എവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെ തന്നെയാണ്, നിങ്ങൾ റൈറ്റ് പാത്തിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോളൂ. ഡ്രീംസ്, ലുക്ക് ടു യുവർ ഡ്രീംസ്, ദേ ഹോൾഡ് ഓൾ ദ ആൻസേഴ്സ് യു സീക്ക്. അപ്പോൾ പ്രണയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനെ ഒന്ന് കണക്ട് ചെയ്യുക, അതൊന്ന് എഴുതി വെക്കുന്നത്, ഡ്രീം ജേർണൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വിഷ്, someone you wished for is coming into your life. നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് അത്രമേൽ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി imperfections, love is a beautiful mess, embrace its imperfections. ലവ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ്, പ്രണയം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, അതിൽ ഇംപെർഫെക്ഷൻസും ഉണ്ട്. ഓക്കെ, അതിൽ ഇംപെർഫെക്ഷൻസ് ഇൻക്ലൂഡഡ് ആണെന്ന് മനസ്സിലാക്കി ആ ഒരു തിരിച്ചറിവോടെ അതിനെ എംബ്രേസ് ചെയ്യാൻ പറയുന്നു, അതിനെ സ്വീകരിക്കാനായിട്ട് പറയുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരെ 2026 ജാനുവരി മാസവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? Okay. അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്ത് തിരികെ വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ ജാനുവരി മാസത്തിലെ 8, 10, 12,
15, 24. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട തീയതികൾ. ഇനി 2 ആഴ്ചകൾ കിട്ടിയിട്ടുണ്ട്, തിങ്കളാഴ്ച, ബുധനാഴ്ച. ഈ 2 ആഴ്ചകളും നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണുന്നു. 2 ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഉത്രട്ടാതി, ചോതി. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജന്മനക്ഷത്രം ആയിരിക്കാം. കന്നിമാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിൽ ഉള്ള അക്ഷരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനീഷ്യൽസോ അല്ലെങ്കിൽ അതിൽ വരുന്ന അക്ഷരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ന, ഔ, ഭ, ധ, ള, മ, യ, ന, ഴ, ഐ, ധ. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അക്ഷരങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പുതുവർഷം പ്രമാണിച്ച് 2026 ടാരോ ഗൈഡൻസ് പാക്കേജ് എന്ന ഒരു സ്പെഷ്യൽ ടാരോ റീഡിംഗ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരിമിത കാലത്തേക്കുള്ള ഒരു ഓഫറാണ്. ഒരു ദിവസം 5 ബുക്കിംഗ് ആണ് നമ്മൾ മാക്സിമം എടുക്കുന്നത്. ആ ഒരു ഓഫർ ടൈം കഴിഞ്ഞ് പിന്നെ അതുപോലത്തെ റീഡിംഗ് നിങ്ങൾക്ക് പിന്നെ ലഭിക്കില്ല കേട്ടോ, അതും കൂടെ പറയട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാക്കേജ് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നതിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് വിളിക്കുക, നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. വളരെ സുന്ദരമായ ഒരു ജനുവരി 2026 ആശംസിക്കുന്നു. താങ്ക് യു.